രാവിലെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടേ. നമ്മളുടെ പാത്രം കരിഞ്ഞു പിടിക്കത്തില്ലേ? കരിഞ്ഞു പിടിക്കുമ്പോൾ നമ്മൾ അത് വട്ട് പിടിക്കും നമുക്ക്. ഞാനത് കളഞ്ഞേക്കാന്ന് എടുത്ത് ദൂരോട്ട് എറിയാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതുപോലെ ദേഷ്യം വന്നു പോയി. പക്ഷേങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ളതിൻ്റെ അനുബന്ധിച്ച് 5-6 മാസം മുമ്പ് കുക്കർ ഇതുപോലെ കരിഞ്ഞു പിടിച്ചപ്പം ഇറച്ചി ചൂടാകാൻ കുക്കറിൽ തന്നെ വെച്ച മറന്നുപോയി. ലോങ് ഫ്ലെയിമിലിട്ടിട്ടാണ് വന്ന് റെസ്റ്റ് എടുത്തത്. പക്ഷേങ്കിൽ അതങ്ങ് കിടന്ന് കരിഞ്ഞങ്ങ് വല്ലാതെ കുക്കർ ഫുള്ള്. പക്ഷെ ഭാഗ്യത്തിന് മൊത്തത്തോടെ ഉള്ള ഇറച്ചിക്കറി അല്ലായിരുന്നു വെച്ചത്. ചൂടാകാൻ ഒരു ശകലം അതിൻ്റെ മൂട്ടി ഒരു ഇച്ചിരിയേ ഉള്ളായിരുന്നു. അത് കുക്കറോടെ അങ്ങ് ചൂടാകാൻ വെച്ചു. അല്ലെ പാനിനകത്തിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ ഇത് അതിനകത്ത് പാൻ മെനക്കെടുക്കാൻ വേണ്ടി ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ ആ കുക്കറിൽ തന്നെ അങ്ങ് വെച്ചു. പുതിയ കുക്കറായിരുന്നേ, 1 വർഷം ആയതേ ഉള്ളൂ. അയ്യോ, എന്നിട്ട് പിന്നെ എനിക്കങ്ങ് വല്ലാതെ ചങ്കുവേന എടുത്തു പോയത് കണ്ടപ്പോൾ. പക്ഷെങ്കിൽ ആ ഒരു ഉപകാരം, ആ ബീഫും പോയില്ല. കാരണം എന്നാണെന്നറിയാവോ? ആരൻ വന്ന് എൻ്റെ മുടിയുടെ ഇത്രയും ഭാഗം കാണത്തില്ലെന്ന് പറഞ്ഞ് നേരെ വെച്ച ക്യാമറ. ബീഫും പോയില്ല. മേളിൽ ഇങ്ങനെ കരിഞ്ഞതിൻ്റെ മേളിൽ ഇങ്ങനെ അടിഞ്ഞി ഇങ്ങനെ ഇരുന്നു. ഒരു 5-8 കഷ്ണമുള്ള ആ ബീഫ് പോകാതിരുന്നേ. പക്ഷേ കുക്കറും മസാലയെല്ലാം കൂടെ ഇങ്ങനെ കരിഞ്ഞു പിടിച്ച് കുക്കർ വല്ലാതെ ഒരു ഇതായിപ്പോയി. കളയാമെന്ന് വിചാരിച്ചങ്ങിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ ഓർമ്മ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്നതിൻ്റെ ആ ഗുണമേ. അപ്പോൾ ആ ഓർമ്മ വന്നേ പെട്ടെന്നിത്. ഞാൻ എന്നെ ചെയ്തു, അതുപോലെ അങ്ങ് ചെയ്തു. വിമ്മായിരുന്നു അന്ന് എൻ്റെ ലിക്വിഡ് ഇരുന്നത്. വിമ്മ് ലിക്വിഡ് ഇട്ട് നല്ലതായിട്ടത് തിളപ്പിച്ചു. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടാണ് കുക്കറിനകത്ത് കൈയിടുമ്പോൾ പൊള്ളത്തില്ല. ചെറു ചൂടോടാണ് ചെയ്തത്. പക്ഷെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ന് ഞാനത് ഓർമ്മ വന്നിട്ട് ചീനച്ചട്ടി ഇതുപോലെ തന്നെ ഈ കുക്കറിനോടൊപ്പം വാങ്ങിച്ച ചീനച്ചട്ടിയായിരുന്നു. അതും ഞാനിപ്പം ഇന്ന് രാവിലെ അങ്ങനെ ചെയ്തു. സൂപ്പറായിട്ട് കിട്ടി കേട്ടോ. പിന്നെ ഈ അലൂമിനിയം പാത്രങ്ങൾക്കെല്ലാം പിന്നെ ഒരുമാതിരി കറ പിടിച്ച പോലെ, ഒരു ചുമന്ന പോലെ ഈ എണ്ണമെഴുക്ക് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ആ ഒരു കളറും പാടും എന്നെ ആയാലും അലുമിനിയം പാത്രത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് കാരണം ആ ഒരു ചെറിയ ഒരു മങ്ങൽ കളറില്ലേ, ആ ഒരു റെഡിഷ് ഒരു അതേ ഉള്ളൂ. അല്ല അത് തേച്ചാൽ പോകത്തില്ല. അങ്ങനത്തെ ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റായി, നല്ല രസമായി. അപ്പം നിങ്ങളത് ചെയ്തു നോക്കണം. നമ്മുടെ പാത്രങ്ങളെല്ലാം അങ്ങനെ ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ അജിത നിലവിളക്ക് തേക്കുന്നത് കണ്ടു. നാരങ്ങാനീരും പ്രില്ലുമായിരുന്നു അല്ലേ? അതെ, മറന്നുപോയപ്പോൾ ഭയങ്കര മറവി. ഇപ്പം നാരങ്ങാനീരും പ്രില്ലും അല്ലേ? അത് നല്ല വെട്ടിത്തിളങ്ങി. പക്ഷെങ്കിൽ എൻ്റെയൊക്കെ അമ്മ പണ്ട്, ഞങ്ങൾ കത്തോലിക്കരായതുകൊണ്ട് വിളക്കൊക്കെ വെക്കും, ഇപ്പോഴും വെക്കും കേട്ടോ. അവിടെ വീട്ടിലുണ്ട്, ഞങ്ങളല്ല, എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ അമ്മ തേച്ച് കഴിയുന്ന പണ്ട് മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. വാളംപുളി ചകിരിക്കകത്ത് വാളംപുളി ഇങ്ങനെ കയറ്റി കുറേ വെച്ചിട്ട് ചാരം, അടുപ്പിലെ ചാരം നല്ല ചൂട് ചാരത്തേലോട്ടും കൂടെ ഇങ്ങനെ നല്ലതായിട്ട് മുക്കിയിട്ട് നല്ല തേക്കും. നല്ല സൂപ്പറായിട്ട് വെളുക്കും കേട്ടോ. അന്നൊന്ന് ഈ സ്റ്റീൽ സ്ക്രബ്ബറോ ഒരു സ്ക്രബ്ബറും നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ചകിരിയല്ല ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വാഴയുടെ ഇല ഉണങ്ങിയതും പച്ചയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ വാളംപുളിയും ഇതും കൂടെ നോക്കണം, ചാരവും കൂടെ. അടുപ്പ് കത്തിക്കുന്നവരാണ് ചാരം ഉണ്ടല്ലോ, അല്ല അയൽവക്കത്തൊന്ന് ഇച്ചിരി ചോദിച്ചാൽ മതി. അല്ല വീട്ടിൽ പുറത്തിട്ട് ഇച്ചിരി 2 കമ്പ് കത്തിക്കുമ്പോൾ ചാരം വരുമല്ലോ. അടുപ്പില്ലേലും പുറത്ത് 2-3 കമ്പെടുത്തിട്ട് ചുള്ളിയൊക്കെ എടുത്തിട്ട് കത്തിക്കുമ്പോൾ ചാരം വരും. അത് ഉപയോഗിച്ചാൽ അതെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. 2 ഇഷ്ടിക എടുത്ത് ഇങ്ങനെ കളം പോലെ വെച്ചിട്ട് നമ്മുടെ ഇളംതിണ്ണ ബാക്കിലെ ഇളംതിണ്ണയൊക്കെ ഇല്ലേ എല്ലാവർക്കും, അപ്പോൾ അവിടെ സൂക്ഷിച്ച് നനയാതെ വെച്ചാൽ മതി. അതിനകത്ത് ഒന്നും വന്ന് കയറി പൂച്ചയൊന്നും വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ചാക്കിട്ടങ്ങ് മൂടി വെച്ചാൽ മതി, പ്ലാസ്റ്റിക് എന്തെങ്കിലിട്ട്. അങ്ങനെയൊക്കെ മതി. അടുപ്പില്ലെന്ന് വെച്ച് ചാരയില്ലെന്ന് വെച്ച് തെണ്ടാനൊന്നും പോകണ്ട. എല്ലാത്തിനും പെൺപിള്ളേർക്കൊരു ബുദ്ധി വേണം അല്ലേ? എന്നിട്ടേക്ക് അങ്ങനെ വിളക്കിൻ്റെ കാര്യം അങ്ങനെ ചെയ്ത് നോക്കണേ. ഇപ്പോൾ 2 ടിപ്പായി. അല്ല, രാവിലെ ആ വീഡിയോയിൽ ഒരു ടിപ്പ് കാണിച്ചു, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഇപ്പം 2 ടിപ്പായില്ലേ.
അതുകൂടെ ഉൾപ്പെടെ വിളക്കിൻ്റെ കാര്യവും കൂടെ തേക്കുന്ന കാര്യം അങ്ങനെ. പിന്നെ എനിക്ക് അജിത ഒരു ദിവസം കാണിച്ചില്ല ചക്ക വെട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം അരുൺമോൻ കൊണ്ടെത്തുന്ന വലിയ ചക്കയായിരുന്നേ, കുഴിച്ചക്കയായിരുന്നു. ഞാനത് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. അത് പഴുപ്പിച്ചത് ഇന്നലെ കുമ്പിളുണ്ടാക്കി. പിന്നെ ഇനിയും കുമ്പിളുണ്ടാക്കാനുള്ള മാവ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിനി അടുത്ത ആഴ്ച, ഈ ആഴ്ച കഴിച്ച് ഇപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് തൊട്ട് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് കഴിക്കുന്നു. ഇന്ന് രാവിലെയും കട്ടൻ കാപ്പിയും ആ കുമ്പിളും കഴിച്ചു. വേറെ ഇവിടെ ചുമയായതുകൊണ്ട് പാലും കാച്ചിയില്ല, വേറെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. പലഹാരം പിന്നെ വേറെ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ എല്ലാവർക്കും അവഗണനയായി തീരത്തില്ലേ. ആശറും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുമ്പിളും കട്ടൻ കാപ്പിയും കഴിച്ചു. അന്നേരം ഇനിയിപ്പോൾ വൈകുന്നേരം കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കുമ്പോൾ തീരെ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയാണ്, ഭയങ്കര തൊണ്ടവേദന. ഉമ്മനീര് പോലെ ഇറക്കാൻ വേണ്ടി ഇത്രയും ഭാഗമില്ലേ, ഇത്രയും ഭാഗം എനിക്ക് പഴുത്തിരിക്കുന്ന പോലെ തോന്നുക. എന്നിട്ട് ചങ്കിൻ്റെ ഇത്രയും ഭാഗം ഈ കഫമൊന്നുമില്ല, പക്ഷെ ചുമ്മാ നീറുക. ഇവിടവും നീറുന്നു, ഇവിടെ എല്ലാം നീറുന്നു. എന്നിട്ട് ജലദോഷം വരും. ഇവിടെ ഇങ്ങനെ ഒരു വേദനയില്ലേ, നീ കണ്ണിൻ്റെ ഇവിടെ വേദന വരത്തില്ലേ, മൂക്കിനകത്ത് വേദന വരത്തില്ലേ, അങ്ങനെ. എൻ്റെ പൊന്നോ രക്ഷയില്ല, ജലദോഷം പന്ന അല്ലേ. പിന്നെ അതുകൊണ്ട് 3 ദിവസമായിട്ട് നടക്കാൻ പോയില്ല. ഞായറാഴ്ച തുടങ്ങിയതല്ലേ എനിക്കും ആഷറിന് അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തുടങ്ങി. ഉറങ്ങുന്നതല്ലെന്നേ വൈകിട്ട്. പക്ഷെ ഇന്നലെ ഇച്ചിരി ഉറങ്ങി കേട്ടോ. ഇന്നലെ 1 മണിക്ക് ഞാനും ആരണും കൂടെ 1 മണിക്ക് കിടന്നിട്ട്, മിനിങ്ങാന്നും 1 മണിക്ക് കിടന്ന് 1 മണിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്ത കാരണം ചുമ്മാ ഫോണിനകത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. ആരൻ വളുപ്പ് വീഡിയോസൊക്കെ ഇല്ലേ, തമാശ ഏതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കാണും. ഞാൻ ലാപ്ടോപ്പിൽ, ഞാൻ എൻ്റെ ഫോണിനകത്ത് നിങ്ങളുടെ എല്ലാം വീഡിയോസും അല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോ റെമഡീസൊക്കെ ഉള്ളതൊക്കെ കാണും. എന്നിട്ട് പിന്നെന്താ അപ്പം ഇന്നലെ കുറച്ച് 1 മണിക്ക് കിടന്നിട്ട് ഇന്നലെ ഉണർന്നത് 3:30 ആയപ്പോൾ 3:30 ആയപ്പോൾ ഉണർന്നത്. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഉണരുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നിട്ട് പിന്നെ ഇച്ചിരി നേരം എഴുന്നേറ്റിരുന്നു. വിമിഷ്ടമായിരുന്നു. ചുമയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് അങ്ങ് ചുമയ്ക്കുമായിരുന്നു. ചുമച്ചിട്ട് ഇവിടെ എല്ലാം അങ്ങ് വേദന എടുത്തു, ഇവിടെ എല്ലാം അങ്ങ് ചങ്ക് വേദന എടുത്തു, കുത്തിച്ചുമയും ഭയങ്കര നീറ്റലും എല്ലാം കൂടെ ആയിട്ട് അയ്യോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തെർമൽ ഫ്ലാസ്കിനകത്ത് കുപ്പിക്കകത്ത് വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ കുത്തിപ്പിടിച്ചിരുന്ന് ആരെന്നെ ശല്യപ്പെടുത്തി. കുഞ്ഞു ചുമയ്ക്കുന്നു, കുഞ്ഞുവിന് ചുമയുണ്ടോ എങ്ങനെ ചോദിക്കും. കുഞ്ഞു പറയും എനിക്കൊന്നും ഇല്ല, അവിടെ എങ്ങാനും കിടക്കാൻ നോക്ക്. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നിട്ട് കിടന്നിട്ട് പിന്നെ 6ൻ്റെ ഒരു അലാമുണ്ട്, 5-നുണ്ട്, 5:30-ക്കുണ്ട്, 6-നുണ്ട്. 5 തൊട്ട് ഇങ്ങനെ അലാമിൻ്റെ കളിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കും, അല്ലെങ്കിൽ അലാം അങ്ങ് ഞെക്കി വിടും, അങ്ങനെയാണ്. അപ്പം 5-ൻ്റേതും 5:30-യുടെ ഒന്നും ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ 3:30-ക്ക് ഉണർന്നിട്ട് 4-ഒക്കെ ആയപ്പോൾ ഏകദേശം കിടന്നിട്ട് 5:30-ഒക്കെ ആയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഉണർന്നില്ല, 2 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ആരാണ് അവിടെ തേങ്ങ കഴന്നു പോയത്, എന്നാ ചെയ്യണമെന്ന് ചോദിക്കാൻ. എഴുത്തേൽ ഇങ്ങനെയൊക്കെ പൊട്ടിക്കാണിച്ച് ചക്ക വയ്ക്കാൻ നേരം ചതച്ചിടാനാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ കഴന്നു പോയതല്ല, തല്ലി പൊട്ടിച്ച് ഇന്നലെ തേങ്ങ. കാരണം ചിരണ്ടാനായിട്ട് ആരും 2 തേങ്ങ പൊട്ടിച്ച് ചിരണ്ടുവാണ്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറയും ചിരണ്ടണ്ട, തല്ലി പൊട്ടിക്ക് കുഞ്ഞു, എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇങ്ങനെ പൾസ് ബട്ടണിൽ ഞെക്കിയെടുക്കാമെന്ന് പറഞ്ഞേ. പൾസ് ബട്ടണിലല്ല, ഇച്ചിരി ബാക്കിലോട്ട് ഇങ്ങനെ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അവൽ വിളയിക്കാനും കുമ്പിളിനകത്തിടാനൊക്കെ ഉണ്ട്. ആരും കേട്ടില്ല. ഒരെണ്ണം പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച്. എന്നിട്ട് പിന്നെ അത് ഞങ്ങൾക്കിങ്ങനെ പുറന്നെടുക്കാൻ പേടി. കയ്യെ കുത്തി നാളെ ആഷറിൻ്റെ കൈക്കകത്ത് കയറിപ്പോയിട്ട് 2-3 സ്റ്റിച്ചൊക്കെ വന്ന കാരണം എനിക്ക് പേടിയാണ്. അന്നേരം തേങ്ങ അരണ്ടെന്ന് ഒരു മെഷീൻ മേടിക്കണം, അല്ല പറ്റത്തില്ല. ആരാണിപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു എല്ലാം മേടിക്കാൻ പറ്റി, എന്നിട്ട് അത് മാത്രം അത്യാവശ്യമുള്ള മേടിച്ചില്ല ഈ അമ്മയെന്നും പറഞ്ഞ് ബഹളമാണ്. അപ്പോൾ അത് കളിപ്പീര് പറ്റുമോയെന്ന് പേടിച്ചിട്ട് 3500 രൂപ കൊടുത്താൽ കിട്ടും. ഞങ്ങളുടെ ഇവിടെ ഈ നാർപ്പുക്കരയിൽ ഒരാൾ വിൽക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ട. അയാളുടെ വാട്സപ്പ് നമ്പർ ഞാൻ സേവ് ചെയ്തതുവാ. ജോബി ചുവന്നമണ്ണൂർ, അയാളുടെ വീട്ടിൽ പോയിട്ട് ഡെമോ കാണിച്ചതിൻ്റെ ഇതാണ് ഞാൻ. എന്നിട്ട് അയാളെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്താൽ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി, വീട്ടിൽ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിക്കും ഓരോ കാര്യങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യവും മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ല അബദ്ധം പറ്റും.
ചിലപ്പോൾ എങ്ങാനും പ്രാർത്ഥിക്കാതെ എങ്ങാനും ചെയ്ത് അബദ്ധം പറ്റി എപ്പം പറ്റിയെന്ന് ചോദിച്ചാൽ മതി, ഉറപ്പാണ്. ചിലപ്പം ദൈവം അത് നമുക്ക് തരാൻ ആഗ്രഹിച്ചാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. ചിലപ്പോഴാണെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് നിനക്ക് അത് വേണ്ടാന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം. അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കേൾക്ക്, ഞാൻ എന്നിട്ട് തേങ്ങ ഇരണ്ടുന്ന ആ മെഷീൻ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ആരൻ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അത് ഏത് മേടിക്കണം, ആരോടും മേടിക്കണം, എങ്ങനെ മേടിക്കണം എന്നുള്ളത് ബുദ്ധി ഉപദേശിച്ച് തരുമ്പോൾ ആ കൃത്യസമയത്ത് അത് മേടിക്കും. അതുവരെ കൈ ഒടിഞ്ഞാലും മേടിക്കത്തില്ല. ചിരണ്ടും ചങ്കിന് വേദനയെടുക്കും, കൈയും വേദനയാണ്. എന്നാലും ഞാൻ കർത്താവ് പറയട്ടെ അപ്പം മേടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ 3500 രൂപ വെറുതെ പോകത്തില്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കത്തില്ലേ അത്. അങ്ങനെ വേണ്ട. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേങ്ങ ചിരണ്ടുന്ന മെഷീൻ നമ്മൾ വെൽഡർമാരെ കൊണ്ട് വെൽഡ് ചെയ്ത്, എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങൾക്കൊക്കെ ഹോട്ടലുണ്ട്, അപ്പോൾ അവരവിടെ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അവനോട് ഇന്നാളെ ഞാനൊന്ന് പറഞ്ഞതാ, എടാ എനിക്കൊന്നും അങ്ങനത്തെ ചെയ്തു തരണമെന്ന്. അപ്പോൾ അത് ബൾക്കായിട്ട് ഒത്തിരി ബിസിനസ്, എനിക്കിപ്പം കേറ്ററിംഗ് പോലെ ചെറുതായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ഞാൻ ഒന്നെങ്കിൽ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയണം ആരെക്കൊണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കേലും അത് അതിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ എങ്ങനെയേലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്പരും തന്നിട്ട് ഒന്ന് റെഫർ ചെയ്യണം. അപ്പം ഞാൻ അന്നേരം അത് മേടിക്കാം കേട്ടോ. എനിക്ക് കുറേ തേങ്ങ ചിരണ്ടി ഫ്രീസറിലൊക്കെ വെക്കാമല്ലോ, അല്ലെ പാടാന്നേ. പിന്നെ ഇത് ചിരണ്ട് ഒരു രക്ഷയില്ല. പിന്നെ വേറെ പറയാനുള്ള, അപ്പോൾ അജിത ചക്കേരക്ക് കത്തിയെ പറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആ കാര്യം എന്നതാ കാണിച്ചതെന്നുള്ളത് ഞാൻ മറന്നു. ഞാനോർത്ത് വെള്ളം നനയ്ക്കണമെന്നേ. ജോമ പൈപ്പിൻ്റെ ഒട്ടിച്ചെന്ന് ചക്കേരക്കുള്ള കത്തി നനച്ചേച്ച് പേപ്പറിട്ട് വലിക്കുക. പേപ്പറും കൂടെ അത് ഒട്ടിയിരുന്നതല്ല, ഒരു രക്ഷയില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് മേലെ മറന്നുപോയില്ലേ. അജിതയെ വാട്സാപ്പിൽ വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യണമല്ലോ ഇങ്ങനെ ഓർത്ത് അജിതയെ വിളിക്കാം എന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഓർമ്മ വന്നേ, ഇത് ചൂടാക്കാനാണല്ലോ പറഞ്ഞേന്നേ. ഓർമ്മശക്തിയും കൂടെ വരണ്ടേ, മെമ്മറി പവർ പോകും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാതിരുന്ന ബ്രെയിനൊക്കെ ഒന്നാതെ വയസ്സ് 50 പിന്നെ ഇനി നമ്മൾ ഡൗൺ ആയി പോകരുത്. നമ്മൾ നല്ല മിടുക്കത്തിയായിട്ട് ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് വരണം. മത്തിയുടെ തല കൂട്ടിയാലില്ലേ ഓർമ്മശക്തി വരും, ബുദ്ധിയും വരും. ബുദ്ധി എന്നിട്ട് കേൾക്ക്, ഇത് കത്തി ഞാൻ ചെന്ന് അടുപ്പത്തോട്ട് വെച്ചേ. ആരൺ അവിടെ നിൽപ്പുണ്ടായിരുന്നേ. ഇത് സക്സസ് ആയില്ലേ കളിയാക്കത്തില്ല. ആരണാണ് ഇച്ചിരി കാര്യം മതി കളിയാക്കുവേ. ആഷർ അങ്ങനെ മടിപ്പിക്കത്തില്ല. ആരനെ പേടിച്ചാൽ പതുക്കെ ഇങ്ങനെ ആരൻ കാണാതെ കത്തി ഇങ്ങനെ തിരിച്ചും മറിച്ചും തീക്കകത്ത് വെച്ചിട്ട് ഒരു കടലാസ് എടുത്ത് ഇങ്ങനെ തൂത്തപ്പോഴേ ഫുള്ളിങ്ങി വന്നു. ആരാണ് അതിശയിച്ചു പോയി അല്ലേ കുഞ്ഞു? കത്തിയുടെ അരക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടോ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് തൂത്തേ ഉള്ളൂ, ഫുള്ളും വന്നു. അജിത ഗോഡ് ബ്ലെസ് യു. പിന്നെ ഇതെല്ലാവർക്കും വീഡിയോ ഫുള്ള് കാണുന്നവർക്കല്ലേ ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാവരുടെയും കുത്തിപ്പിടിച്ചിട്ട് ഇത് കാണുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ പഠിച്ചത്. എൻ്റെ വീഡിയോ ആരും ഫുള്ള് കാണുന്നില്ല, പിന്നെ വീഡിയോ കാണുന്നുമില്ല, കണ്ടാൽ തന്നെ ഫുള്ളും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ അറിയണ്ട. ചക്കയിടക്ക് പറ്റുമ്പോൾ പറമ്പിലോട്ട് കളഞ്ഞേക്ക് കത്തി കേട്ടോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വലിയ ചക്കയെല്ലാം കൊണ്ട് തന്നെ അത് 4 4 8 ആക്കിയിരുന്നു. അല്ല, ഒരു പീസ് നടുക്കൂടെ മുറിച്ചിട്ട് ഒരു പീസ് 4 ആക്കി, മറ്റേ പീസ് കമത്തി അതുപോലെ വെച്ച് പഴുത്തു. ഞാൻ കുമ്പിളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയല്ലോ, അതിനകത്ത് മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം പറയുമ്പോൾ നല്ല വിശദീകരിച്ച് പറഞ്ഞില്ല, എനിക്കില്ലേ തൃപ്തിയില്ല. അപ്പം യൂസർന്നും പറഞ്ഞ് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കത്തില്ലേ, അവരെയാണ് നമ്മളെ തെറി വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നവർ. നമുക്ക് ഏറ്റവും അറിയാവുന്ന നമ്മുടെ വീട്ടിലെ ആൾക്കാർ തന്നെയായിരിക്കും. ഭർത്താവോ പിള്ളേരോ അപ്പനോ അമ്മയോ കൂടപ്പിറപ്പങ്ങളോ അല്ലെ അയൽവക്കംകാരോ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും യൂസർന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കത്തില്ല ഒരു ഐ ഡി. അത് ഉറപ്പാണ് തെറി വിളിക്കാൻ വേണ്ടി ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നവരാണ്. ഫേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അനോണിമസ് ആയിട്ട് ഇങ്ങനെയുള്ള ഐ ഡിയാണേ. അപ്പം എനിക്കത് വിഷയമില്ല, എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവരെയും തെറി വിളിക്കാൻ വേണ്ടി, നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി അങ്ങനെ ചിലർ ഈ തന്തയ്ക്ക് പറഞ്ഞവരെന്ന് പറയത്തില്ല, അവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആ സ്വന്തം ഐ ഡി തന്നെ അങ്ങ് നെഗറ്റീവും പറയും തെറിയും വിളിക്കുക. അത് നല്ല കാര്യം അല്ലേ. ഈ ഒളിഞ്ഞിരിക്കുന്ന ഇതാക്കുന്നത് എനിക്കിഷ്ടമല്ല. അവർ ഈ ബീരികൾ, ഞാൻ ആദ്യം പറഞ്ഞ പേരാ അവർക്ക്. ഞാനൊക്കെയാണ് ഡയറക്റ്റേ പറയത്തുള്ളൂ. എന്നിട്ട് കേൾക്ക്, അപ്പോൾ ആ പഴുത്തത് അങ്ങനെ ബാക്കി പകുതി 4 ആയിട്ട് മുറിച്ചില്ലേ, ഒരു പകുതി ആശാർ അറിഞ്ഞിട്ടില്ലേ.
എനിക്ക് ഭയങ്കര കൊതി പറഞ്ഞിട്ട് അരുണിൻ്റെ വീട്ടിലും ഇല്ലാഞ്ഞിട്ട് അരുണിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് തന്ന കന്നിച്ചക്ക അതാർക്കെങ്കിലും കൊടുത്ത ആശർ വെറുതെ വിടുക തന്നെ. ഞാൻ എന്നിട്ട് ഇത് 4 ആക്കി മുറിച്ചില്ലേ. അപ്പോൾ ഇത്രയും ഒരു പീസ് ഞാൻ എൻ്റെ വീട്ടിൽ ആരണെന്ന് ഞായറാഴ്ച വൈകിട്ട് എൻ്റെ വീട്ടിൽ പോയില്ലേ. ആരൻ്റെ കൊടുത്തു വിടാൻ പറ്റിയില്ല, ആശർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടൻ ആരനെ കൊണ്ടുവരാൻ വേണ്ടി പോയില്ലേ. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലെ കുറച്ച് തേങ്ങായും പിന്നെ ഇതും പിന്നെ അന്ന് കൊണ്ടുവന്ന മാങ്ങായിൽ ഒരെണ്ണം, കപ്പളങ്ങ, അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തു വിട്ടു. അപ്പം എന്നിട്ട് ബാക്കി 2 തുണ്ട ഉണ്ടായിരുന്നല്ലോ. ഒരു തുണ്ട ഞാൻ വറുത്തു, ഒരു തുണ്ട അന്ന് വേവിച്ചു. നിങ്ങളെല്ലാം കൊതിപ്പിച്ച് കണ്ണിമാങ്ങായും കൂട്ടി കഴിച്ചില്ലേ. ഇന്ന് വേണ്ട കണ്ണിമാങ്ങായും കൂട്ടി. എനിക്ക് ഈ മാങ്ങാക്കറി കൂട്ടിയാണ് ഇഷ്ടം. ഇന്നിവിടെ ആരൻ മീൻ ചേട്ടൻ നെയ്യുള്ള പലിഞ്ഞീനുള്ള മത്തിയും കൊണ്ടു തന്നു. ഞങ്ങൾക്ക് ബാക്കിയെല്ലാം തീർന്നായിരുന്നു, മീനും ഇറച്ചിയെല്ലാം തീർന്നായിരുന്നു. അപ്പം ചിക്കൻ കുറച്ച് വൈകിട്ടത്തേക്ക് വറക്കാനുണ്ട്. ഫ്രൈഡ് റൈസ് അന്നുണ്ടാക്കിയതിൻ്റെ ചോറ് വേവിച്ചത്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതല്ല, ചോറ് വേവിച്ചത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടെടുത്തത് ഒന്ന് ചുമ്മാ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി ആ ചിക്കനും കൂടെ വറുത്ത വൈകിട്ടത്തെ കാര്യം ആയിക്കോളൂ. ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറിട്ടിട്ടുണ്ട് വാർത്തെ. അതപ്പോൾ ചക്കക്കുരുമാങ്ങ ഇന്നലത്തെ ഉണ്ട്. എനിക്കപ്പം ഇതില്ലേ സ്രാവ് വെട്ടി വെച്ചത് ഫ്രീസറിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ 4 കുഞ്ഞു പീസ് വറുത്തത് ഞാൻ ഉച്ചയ്ക്ക് 2 വൈകിട്ട് 2 കഴിച്ചു. അപ്പോൾ ഇനിയും ബാക്കി എനിക്കൊരു എത്രയോ നാൾ കൂട്ടാനുള്ളതുണ്ട്. 1/4 കിലോ ഞാൻ മേടിപ്പിച്ചതാണ് ഈ ഒരു 3-4 മാസം മുമ്പ് ഓട്ടോച്ചേട്ടൻ ചന്തയിൽ പോയപ്പോഴേ. അത് മുഴുവൻ ഇന്നലെ വെട്ടി പീസാക്കി ഫ്രീസറിൽ കയറ്റി 4 കഷ്ണം ഇന്നലെ എടുത്തുള്ളൂ. ഇന്ന് ഞാൻ 4 കഷ്ണം എടുക്കും. ഉച്ചയ്ക്ക് ഈ ചക്ക കണ്ണിമാങ്ങയുടെ കൂടെ കഴിക്കുമ്പോൾ കണ്ണിമാങ്ങ നല്ല ഉണക്കമീൻ വേണമെന്നില്ല. എന്തായാലും അതങ്ങനെ. എനിവേ ഇതിപ്പം വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുക. ഇവിടെ വന്നിരിക്കുക, ഫാൻ കിട്ടുമല്ലോ എന്ന് വെച്ച് ഒച്ചത്തിൽ പറയും, നിങ്ങൾക്ക് കേൾക്കാമല്ലോ. എന്നിട്ട് കേൾക്ക്. എന്തായിരുന്നു പറഞ്ഞേ? അപ്പോൾ ചക്കക്കുരുമാങ്ങ ഉണ്ട്, കണ്ണിമാങ്ങ ഉണ്ട്, സ്രാവുണ്ട്. എനിക്ക് പാരൻ മത്തി, നെയ്മത്തിയാണ്. അത് വെട്ടിയാണ് കിട്ടുന്നത്. ഞങ്ങൾ വെട്ടിയാണ് മേടിക്കുന്നത്. അന്നേരം തിലോപ്പി മേടിച്ചു 1 കിലോ 200 രൂപ, മത്തിക്ക് 260 രൂപ. നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണ് മത്തിക്ക്? അപ്പം ആ മത്തി അരച്ചു പുരട്ടി കുരുമുളകും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കറിവേപ്പിലയും കൂടെ അരച്ച് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ശകലിച്ച് ഒത്തിരി വേണ്ട അരച്ച് പുരട്ടി മത്തി വറക്കാൻ അരച്ചു പുരട്ടാനും തിലോപ്പി മുള അരച്ച് വെക്കാൻ വേണ്ടിയിട്ടുണ്ടേ. ഇത്രയും വാചകം അടിച്ചപ്പോഴാണ് മറ്റേ യൂസറിൻ്റെ പേരിൽ ID തുടങ്ങുന്നവരുടെ കാര്യം പറഞ്ഞു വന്നത്. എന്നോട് ഇന്നലത്തെ ഒരു വീഡിയോയിൽ എൻ്റെ പൊന്നി ചേച്ചി മതി നിർത്ത്, വല്ലതും കാണിക്കുക, എന്നാ വീഡിയോ വല്ല പ്രിപ്പറേഷനോ കുക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെന്ന്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ഉള്ളൂ ഇത് അറിയുള്ളൂ. അറിയേണ്ടവർക്ക് അറിയണ്ടേ. ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്തു. പിന്നെ ഇത് അറിയേണ്ടവരുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്നതിനകത്തൊക്കെ ഗുണപ്പെട്ടത് പറയുന്നുണ്ട്. ടിപ്സൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും പാചകം അതിൻ്റെ ഇടയ്ക്ക് കയറ്റും, അല്ല എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഫുള്ള് കേൾക്കാതെ പറ്റുമോ? അതുകൊണ്ടാണ്. അപ്പം യൂസറിൻ്റെ പേരിൽ ഇപ്പം ID വെറൈറ്റി ഐഡിയിൽ യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് ID-കാരനെ നെഗറ്റീവ് ഇട്ടു. അപ്പോട്ടെ ഞാൻ മറന്നു കളയോ, ലീവ് ഇറ്റ് അല്ലേ മറന്നു കളഞ്ഞേക്കാൻ അല്ലേ. കുഞ്ഞു കേട്ടില്ലായിരുന്നു. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നപ്പോഴേ ഞാൻ ചോദിച്ചത് എന്നാന്ന്, ബാക്കിയൊന്നും കേട്ടില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഈ ചക്ക ഒന്ന് വേവിക്കാനുള്ളതിൻ്റെ അടത്തട്ടെ. അലക്കാൻ അവിടെ തുണി ഇട്ടിരിക്കുന്നു. 4-5 ദിവസമായി ചുമയുണ്ട് അല്ലേ. ആ പൊടി കൊണ്ടുത്തന്നില്ല, ചുമപ്പൊടി കൊണ്ടുത്തന്ന് ഞാൻ രാവിലെ 1/4 ടീസ്പൂണും കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചായിരുന്നു. അപ്പം എന്തേണ്ടേ എനിക്ക് ആ ചുമ അങ്ങ് നിന്നു. കുഞ്ഞു പോയി കയ്യോടാണ്ട് അവിടെ വെച്ചിട്ടില്ലേ അടുക്കളയിൽ, അത് കഴിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് കാണിക്കുക. അപ്പം ലാപ്ടോപ്പിൻ്റെ കോഡടിച്ച് തരും. അല്ലാതെ ഞാൻ തരത്തില്ല. ഞാനെന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ വർക്ക് ഏരിയയുടെ ഗ്യാസിൻ്റെ ഇപ്പുറത്ത് ആ ട്രേയുടെ പൊക്കത്ത് വെള്ള അടപ്പുള്ള പാത്രത്തിൽ അടച്ച് സ്പൂണും അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. സ്പൂൺ വായിക്കാത്തോട്ട് കയറ്റുണ്ട്, വായിലിങ്ങനെ പൊടി ഇട്ടാൽ മതി. ഇവിടെ നിന്ന് കാണിക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഞാൻ അരിമോദം രാവിലെ തിളപ്പിച്ചിട്ടുണ്ട്. അത് ഊതി ഇവിടെ ഇരുന്ന് കുടിച്ച് കാണിക്കുമ്പോൾ ഫാൻ്റെ കീഴേ ഇരുന്നാൽ മൂക്കിനകത്തോട്ട് കയറും പൊടി. പിന്നെ പണ്ടത്തേൻ്റെ പിന്നത്തെയാവും. ഞാൻ ആ ഗരം മസാല പൊടിച്ചില്ലേ,
അത് എൻ്റെയും ഇങ്ങനെ മൂക്കിക്കൂടെ വായിക്കൂടെ കയറി ചങ്കിനകത്ത് കയറിയതാണ്. കുഞ്ഞു സ്പൂൺ എടുത്ത് 1/4 സ്പൂൺ വായിക്കകത്തിട്ട് വെച്ചില്ലേ, കുഞ്ഞുവിനെ ഞാൻ തരത്തില്ല. കുഞ്ഞു ഇവിടെ ലാപ്ടോപ്പ് പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുക. അന്നേരം അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഇവനൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് ചുമച്ച് നടന്നേച്ചാൽ മതിയല്ലോ. ഹോസ്പിറ്റലിലോട്ട് പോയാൽ രൂപ 1000 മിനിമമാണ്. ചെല്ലുമ്പോഴേ കുഞ്ഞു എനിക്ക് കാണണം. മൂക്കിലും തലയിലും നെറുകയിലും വലിച്ചു കയറ്റില്ല. അത്രയും കഴിക്കണം. പതുക്കെ വെള്ളവും കൂടെ എടുത്ത് വെച്ച് പതുക്കെ ഇറക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുവഴി കയറി മൂക്കിക്കൂടെ തലയിൽ കയറും. അങ്ങനെ പതുക്കെ സൂക്ഷിച്ച്. രാവിലെ ഞാൻ പെട്ടെന്ന് കഴിച്ചപ്പോൾ അങ്ങനെ കയറണ്ട. ഇങ്ങനെ വിഴുങ്ങില്ല. പതുക്കെ അടിപ്പിച്ച് അടച്ചതുപോലെ വെക്ക്. സ്പൂൺ കഴുകാനെടുക്കും. അവിടെ വെച്ചു പോയി. ശരിക്കടച്ചില്ല. അതിൻ്റെ മണവും ഗുണവും പോയി. ഇത് എവിടെ നിന്ന് മേടിക്കുന്നതെന്നറിയാം. നമ്മുടെ അങ്ങാടിക്കടയില്ലേ മാർക്കറ്റിൽ. അതിൻ്റെ ഇപ്പുറത്ത് കുഞ്ഞു ജോലി അപ്പുറത്ത് നോക്കിയേ. നോക്കിയേ. പിള്ളേർക്ക് പെർഫെക്റ്റ്നെസ് കുറവാണ്. ഒരു കാര്യം ചെയ്താൽ ഒരു 50% പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. ബാക്കി എല്ലാം തോന്നിയാസമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര അടുക്കിപ്പെറുക്കുകാരിയാണ്. അത് കാരണം ഇവിടെ ഞാൻ ചിലച്ചുകൊണ്ടിരിക്കും, കലിപ്പിക്കും. ചീത്ത വിളിക്കാൻ മാത്രമേ എൻ്റെ വാ തുറക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഊമയാണ്. എൻ്റെ അപ്പനും അങ്ങനെ. അപ്പം ചീത്തയൊന്നും വിളിക്കത്തില്ല കേട്ടോ. ഞാനും ചീത്തയല്ല, ഈ കിടന്ന് അലയ്ക്കും പിള്ളേരോട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. ഓക്കെ. ഈ ചുമ കാരണം അലക്കുന്നില്ലായിരുന്നു ഒരാഴ്ച. എനിക്കും ഒരു വലിയ ഗ്ലാസ് നിറച്ച അയ്മോദം വെള്ളം വേണേ. ഇന്നലത്തെ വെള്ളം കാണാം. അന്നൊന്ന് കുടിക്കും. കുറച്ചല്ലേ അടുത്തുനിന്നുള്ളത്. ഫുള്ള് ചൂട് ഊതി കുടിക്കണം. അല്ലാതെ മരുന്നങ്ങ് മേടിക്കാൻ ചെല്ലുമ്പോൾ ചീട്ടെടുക്കാൻ റിസപ്ഷനിൽ കാർഡ് പുതുക്കാൻ വേണ്ടി 200 രൂപ. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർക്ക് കാർഡ് പുതുക്കാൻ 100 രൂപ. പിന്നെ ഡോക്ടർക്ക് 300 രൂപ. പിന്നെ ഫാർമസിയിൽ പിന്നെ എന്തെങ്കിലും പരിശോധിക്കാൻ പറഞ്ഞാൽ അത് മിനിമം 1000 രൂപ. അങ്ങനെ കളയാനുണ്ടോ? ഉണ്ടേലും കളയൂ. ഇങ്ങനെയൊക്കെ ചെയ്യണം. പണ്ടൊക്കെ വയറ്റുവേദന വന്നാൽ കമന്നങ്ങ് കിടന്നോളാൻ പറയും. പനി വന്നാൽ പുതച്ചു മൂടിക്കിടക്ക്, വേർക്കുമ്പം പൊക്കോളൂ എന്ന് പറയും. അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ? അത്ര അങ്ങോട്ട് വിരക്കുത്തോ എല്ലാം ഉണ്ടായി. ജാതിക്കയുടെ കുരുവിൻ്റെ അത് തോട് കളഞ്ഞേച്ചത് ഇടിച്ച് പിഴിഞ്ഞ് നീര് തരും. ഗ്ലാസ് കൊണ്ട് കഴുകി വെച്ചേ, കുടിച്ച ഗ്ലാസ് കഴുകി വെക്ക്. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് അല്ലേ? ഇപ്പോൾ എടുക്കുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഓട്ടോ. പണ്ട് അങ്ങനെ വലിയ രോഗമില്ല. പണ്ട് ഈ വിരക്കുത്ത് വരും. ഈ ഇതിലേ നടന്ന ചാമ്പങ്ങായ അതുമെല്ലാം കഴിച്ച് പിന്നെ ദഹനക്കേടും വരും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വല്ലതും ഉണ്ടോ അല്ലേ? ഇനി എന്നാ പരിപാടി? ചോറ് ഞാൻ വാർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് കറിയൊന്നും വെക്കണ്ടാത്തോണ്ട് ഇങ്ങനത്തെ അലക്കാൻ ഒരുപാടുണ്ട്. ഇതുകൊണ്ട് അവിടുത്തെ ആരാ ലൈറ്റ് ഇട്ട്? കുഞ്ഞുവിന് ലൈറ്റ് അടിയിൽ ഇച്ചിരി കൂടുന്നുണ്ട്. എൻ്റെ പൊന്നോ, കറണ്ട് ചാർജിൻ്റെ കാര്യം. കുഞ്ഞു ഇങ്ങോട്ട് വാ. അവിടെ നിന്നാ ഇവിടെ പാസ്വേഡ് അടിക്കുന്ന അവിടെ നിന്ന് കണ്ണാടി കൂടെ കാണത്തില്ല. അവിടെ മാറി. അയ്യോടെ ഇതൊക്കെ ഞാൻ ഇവന്മാർ ഓരോന്ന് കാണിച്ച ഞാൻ ഇതൊക്കെ പഠിച്ചത്. ഇങ്ങനെയൊക്കെ നോക്കും. പണ്ട് ഞാൻ അങ്ങനെയല്ല. പൊട്ടി എന്ന് പറഞ്ഞാൽ പൊട്ടി ഊളി. ഇവർക്ക് എൻ്റെ ഇപ്പോഴും ഊളിയാ. ആയി വരുന്നേ ഉള്ളൂ. റെഡിയായി. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനത്തെ ഉരുട്ടുകുത്തിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഫാൻ ഇടാനാണ്. ഫാൻ ഒന്ന് ഇട്ടേരും, ഞാൻ ഒച്ചത്തിൽ പറഞ്ഞോളാം. അയ്യോ, മൈക്ക് മേടിക്കാനായിട്ട് പൈസ വേണ്ട. മൈക്ക് ഇവിടെ കുത്തുന്ന മൈക്ക് വേണം. റിംഗ് ലൈറ്റ് അത് വേണം. നല്ലൊരു ഫോണും വേണം. അതൊക്കെ പിന്നീടത്തെ കാര്യം. യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ വരുമ്പോഴത്തെ കാര്യം. ഇപ്പം നമ്മൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചക്കയൊക്കെ ചെയ്യട്ടെ. ആരൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്ന് വന്ന് തുണി എടുത്തെടുത്ത് വെക്കുന്ന. പിന്നെ മുടിക്ക് ഒരു 2 ഇഞ്ച് എന്തായാലും 2 ഇഞ്ച് ഉറപ്പായിട്ട് നീളം വെച്ചു കേട്ടോ. ഞാനിതിപ്പോൾ പിടിക്കാത്ത ചക്ക വിട്ട് ഞാനും പൊഴിഞ്ഞെങ്കിൽ ഫുൾ പൊഴിച്ചിലും നിന്നു. പിന്നെ ചെട കളയുമ്പോൾ ശാലം പോകത്തില്ല രാവിലെ എഴുന്നേറ്റ്. അതൊരു മാത്രമേ ഉള്ളൂ ഒരു ശകലം വല്ല പോകുന്നത്. ഇതേ ഇവിടെ വരെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ വരെ കറക്റ്റ് എൻ്റെ ഷോൾഡർ വരെ വന്ന് കിടക്കുമായിരുന്നേ. അത്
ഇപ്പോൾ ഇവിടെ വരെയുണ്ട്. ഈ കറുത്ത ഉടുപ്പായിട്ട് കാണാത്ത, എനിക്ക് കറുത്ത ടോപ്പ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും കറുപ്പായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ലതല്ലേ? ഇതൊക്കെ ഓൺലൈനാണ്. എന്നിട്ട് പിന്നെ ദേ മുടി ഇങ്ങനെ വലിക്കുമ്പോഴേ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ കയറിപ്പോകുന്നതുകൊണ്ടാണ്. വലിക്കുമ്പോൾ ഇവിടം വരെ ഉണ്ട് മുടി, ഇവിടം വരെ ഉണ്ടോ? മറ്റേ ഇവിടം വരെ ഈ ഷോൾഡർ വരെ വന്നല്ലേ കിടക്കുന്നത്, നിങ്ങൾ എപ്പോഴും കാണുന്നില്ല മുമ്പോട്ട് ഇങ്ങനെ ഇടുമ്പോൾ. ഇപ്പോൾ ഉള്ളും വെച്ചു. എൻ്റെ ഈ ബാക്ക് വശത്ത് ഇവിടെ ഇങ്ങനെ മുടിയില്ലായിരുന്നേ. ഇപ്പം അവിടെ കണ്ടോ മുടിയുണ്ടോ? വീഡിയോ ഓഫായിപ്പോയി. പിന്നെ പറയാം. മുടിയുടെ കാര്യം പിന്നെ പറയാം. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് മുടിയല്ല, അത് ഞാൻ പറയാം. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. മാർച്ച് 31 ഫസ്റ്റ് ആ ടിപ്പ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഒന്നല്ല, കുറേ ടിപ്സ് ഉണ്ട്. മാറി മാറി ഓരോ ദിവസം ഓരോന്നങ്ങ് ചെയ്യുവേ. അപ്പോൾ എൻ്റെ ഫുൾ മുടി കൊഴിച്ചിലും മാറി, മുടി കിളുക്കുന്നു. അത് ഞാൻ ഓരോ ദിവസവും ഓരോ ടൈപ്പാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, പറയാം കേട്ടോ. നിങ്ങളത് ചെയ്തോണം. കാരണം ഒരു മാസമായിട്ട് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചായിരുന്നു. 31/3/2024 മാർച്ച് 31 ഞാൻ എൻ്റെ മുടി ഇത് ചെയ്യുന്നതിന് മുമ്പ് മുടിയുടെ ഫോട്ടോ ബാക്കിൽ നിന്ന് ആരനെ കൊണ്ട് എടുപ്പിച്ചിട്ടാണ് അത് ഞാൻ ഗാലറി കിടപ്പുണ്ട് ആ ഫോട്ടോ. എന്നിട്ട് ഏപ്രിൽ 30 ഒരു മാസം കൃത്യമായപ്പോൾ അതും എടുത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ഇഞ്ച് നീളം വെച്ചു. ചുണ്ട് കയറുന്ന മുടിയാണ്ട് ഇങ്ങനെ വളഞ്ഞ് കിടക്കുക. അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണിച്ചാൽ വ്യത്യാസം നോക്കാനായിട്ട് കണ്ടുപിടിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാനത് ഇന്നിടുന്നില്ല. അല്ലേ, ഞാനിന്ന് ചെറുതായിട്ട് നിങ്ങളായിരുന്നു കാണിച്ചു തരണമെന്ന് വെച്ചാൽ. ഇനി നമുക്ക് ദൈവം സഹായിച്ചാൽ, ഇത് മെയ് അല്ലേ, മെയ് 31 ദൈവം സഹായിച്ച മുടി ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ ഈ പനിയായതുകൊണ്ട് ഒരാഴ്ച തല നനച്ചില്ല, അന്നേരം ഒന്നും തേച്ചില്ല. അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചു മരിച്ചപ്പോഴും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ചെയ്തില്ല. ഈ 30 ദിവസവും കണ്ടിന്യൂസ് ചെയ്യണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. പക്ഷേ ആ ഒരു മാസത്തെ ആ ചെയ്ത ദിവസങ്ങളിൽ ഒരു 10 ദിവസമെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, അത്ര ദിവസം കൊണ്ട് വന്ന വ്യത്യാസം എനിക്ക് മനസ്സിലായി. ഒരു 3 ഇഞ്ച് എന്തായാലും വളർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഞാൻ വൈകിട്ട് പിന്നി കെട്ടി ഇവിടോട്ട് വെക്കുക. ഇച്ചിരിയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഉരുട്ടി വരുമ്പോൾ നെല്ലിക്ക വലുപ്പത്തി ഉള്ളു കുറവായുണ്ട്. പക്ഷെങ്കിൽ അത് ഞാൻ പിന്നിട്ട് പിന്നാതാന്നേലും എടുത്തിവിടെ കെട്ടി വെച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ചുണ്ട് കിടക്കുന്ന കാരണം അത്ര ഇതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. ആരണിങ്ങനെ വലിച്ച് നീട്ടിയിട്ട് ചീകിയിട്ട് ഫോട്ടോ എടുത്തപ്പം എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്കറിയാം, ഞാനിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം. പിന്നെ ഇവിടെ ഒക്കെ ഈ പുറയുന്ന പണ്ട് എൻ്റെ മുടിക്ക് അകത്തുനിന്ന് എടുത്ത് കുറേ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞില്ലേ, തലയുടെ ഭാരം കൊണ്ട്. അപ്പോൾ ഈ ഇവിടുന്നായിരുന്നു. അതുകൊണ്ട് അവിടെ എനിക്ക് മുടി കിളുക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഈ സംഗതികളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ എല്ലാം മുടി കിളുത്തു. ഇവിടെ എല്ലാം മൊത്തം കഷണ്ടിയായിരുന്നു. ഇങ്ങോട്ടിങ്ങനെ മുഴുവൻ കഷണ്ടി കയറിയിരിക്കുമായിരുന്നു. ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതെല്ലാം മാറി. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നല്ലതായിട്ടായി. മുടി കിടക്കുന്നുണ്ട്. പൊഴിച്ചിൽ ഫുള്ള് നിന്നു. അല്ലെങ്കിൽ എൻ്റെ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ എപ്പോഴും ഡ്രസ്സേലും കയ്യേലൊക്കെ മുടി ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. ചുമ്മാ അങ്ങ് പൊഴിഞ്ഞു മുടിയെ തൊടുക പോലും വേണ്ട, ചുമ്മാ പൊഴിഞ്ഞ് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കും. മുടിയില്ല, താഴെയല്ല. ഇപ്പം മുറിക്കാത്തൊന്നും മുടിയില്ല. എന്തായാലും മുറിക്കാത്തതൊന്നും അങ്ങനെ ചീകാറില്ല. ബാത്റൂമിൽ നിന്നോ അങ്ങ് പറമ്പിൽ പോയോ മുടി ചീകത്തോളൂ. പക്ഷെങ്കിൽ നമ്മൾ ഇതിലേക്ക് നടക്കുമ്പോഴൊക്കെ ചുമ്മാ പൊഴിഞ്ഞ് വീണിട്ട് തൂക്കുന്ന കൊച്ചു വരുമ്പോൾ എന്ത് മുടിയാണെന്നറിയാം ഞാൻ മുറിക്കകത്തൊന്ന് തൂത്തെടുക്കുന്നത്. അതെല്ലാം മാറി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതൊക്കെ ചെയ്യണം. തൈരും പിന്നെ കടലമാവും തേക്കാൻ തുടങ്ങിയോ എല്ലാവരും? എല്ലാ ദിവസവും അത് മാത്രം തേച്ചാൽ മതി. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ നല്ലതായിട്ട് ടാൻ പോയി നല്ല ഗ്ലോ ആവും കേട്ടോ, വെളുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ മറ്റേ വേറൊരു 2ാമത്തെ കരിമംഗലത്തിന് ചെയ്യാൻ പറഞ്ഞ് ഇതുവരെ ചെയ്തില്ലോ. ഈ 2-3 ദിവസമായിട്ട് ആ സാധനം കിട്ടിയേ ആശറിൻ്റെ ഫ്രണ്ട് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കാരണം, ജലദോഷം കാരണം ആലിപ്പഴം പൂക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണെന്നൊക്കെ പറയത്തില്ല. അതുപോലെ എൻ്റെ കാര്യം എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ. ആ കൊച്ചൻ മരിച്ചതിൻ്റെ വിഷമം കഴിഞ്ഞിട്ടില്ല. വിഷമം തീരുമോ? നമ്മൾ മരിക്കുന്നവരെ അവൻ്റെ ഇന്നലെ ശ്മശാനത്തിൽ ഇങ്ങനെ കത്തിക്കുമല്ലേ, മറ്റേ കരണ്ട് അടുപ്പിച്ച് അങ്ങനെ ചെയ്യുമല്ലേ.
അത് അങ്ങോട്ടിങ്ങനെ ഗുഹ പോലത്തേനകത്തോട്ട് കയറ്റുന്നതൊക്കെ അഷർ വീഡിയോ എടുത്ത് കാണിച്ചയച്ചു തന്നെ. ഓ ചങ്ക് പൊട്ടുക. അഷർ നോർമലായിട്ടേ ഇല്ല, ഒരു വക കഴിക്കുന്നുമില്ല. അഷർ ഭയങ്കര ഇതായിപ്പോയി. എന്നിട്ട് അപ്പോൾ ആ വിഷമം ഞാൻ പറയും, അത് മാറിയിട്ടില്ല, മാറുമോ? പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴതേണ്ട ഇത്, അത് കഴിഞ്ഞപ്പോഴല്ല, ഞായറാഴ്ച തുടങ്ങിയല്ലോ ഇത്. നാളെ കഴിഞ്ഞ് ഞായറാഴ്ച 8 ദിവസമാവും എനിക്കും ആരണ്യം ജലദോഷം വന്നിട്ട്. അത് കാരണം തേക്കാനായിട്ടൊന്നും തല പോലും നനയ്ക്കുന്നില്ല. പിന്നെ അങ്ങനെ മുഖത്തൂതുമൊക്കെ തേക്കുന്നത് നമുക്ക് അസ്വസ്ഥതയല്ലേ, പ്രശ്നമാകത്തില്ലേ, കഫക്കെട്ട് കൂടത്തില്ലേ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഞാൻ ചുമ്മാ ഒന്നത് മുഖത്ത് കാണിച്ചു തരാമെന്ന് നോക്കട്ടെ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നോക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ.